നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനേ ഇന്ന് അഡ്വക്കേറ്റിനെ കണ്ടിരുന്നു. റെങ്കിയായിട്ടുള്ള ഡിവോഴ്സിന്റെ കാര്യത്തിന് കൃത്യമായ കാരണമില്ലാതെ ഡിവോഴ്സ് അനുവദിച്ച് കിട്ടില്ല എന്ന് അവർ പറയുന്നു. വരുൺ കഴിക്കുന്നില്ലേ? എല്ലാരും ഭക്ഷണം കഴിക്കാനിരുന്നു. എനിക്കൊന്നും വേണ്ട. എന്താ വരുൺ, അച്ഛനും അമ്മയ്ക്കും വരുൺ കൂടെ ഇരുന്നാലല്ലേ തൃപ്തിയാവും. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തു പറ്റി? സുഖമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കോൾഡ് ആണല്ലോ, പനിയുണ്ടോ? ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ അങ്ങ് മനസ്സിലാക്കിയ പോരെ. നല്ല പനിയുണ്ട് വരുൺ. ഉണ്ടെങ്കിൽ ഞാനങ്ങ് സഹിച്ചോളാം. അസുഖം വന്ന എന്തിനാ എന്നോട് ഇങ്ങനെ വാശി കാണിക്കുന്നേ? തന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, വേണ്ടാന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് പോവല്ലേ വേണ്ടേ? ഞാനും വരുണും ഭാര്യയും ഭർത്താവുവാ. നമുക്കിടയിൽ അങ്ങനത്തെ മര്യാദകളൊക്കെ വേണോ? കുറച്ചു കാലത്തേക്ക് കണിമംഗലത്ത് നിൽക്കുന്നതിന് കൃത്യമായിട്ട് പണം ചോദിച്ചു വാങ്ങി ഇടപാടുകൾ തീർത്ത് നിൽക്കുന്നവളാ നീ. അത് മറന്ന് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ഈ പ്രേമ നാടകം ഉണ്ടല്ലോ, വെറുപ്പ് എനിക്കത് കാണുമ്പോ. വരുൺ, ഞാൻ ഇറങ്ങി പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന്? അവര് ചോദിച്ചു ഞാൻ എന്ത് പറയണം? ഞാൻ ചത്തുപോയിന്ന് പറ. അതിനപ്പുറം ആരും ഒന്നും ചോദിക്കില്ലല്ലോ. ആശു അസുഖം ഒന്ന് തീരുകയാണെങ്കിൽ തീരട്ടെ. ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ലത് അതല്ലേ? എന്താ മോളെ, വരുൺ വന്നില്ലേ? ഇല്ലമ്മേ, വരുൺ കഴിക്കുന്നില്ലാന്ന് പറഞ്ഞു. അതെന്താ? വരുണിന് ജലദോഷം, തൊട്ടു നോക്കിയപ്പോ നല്ല പനിയുണ്ട്. അവൻ മരുന്നൊന്നും കഴിച്ചില്ലേ മോളെ? എവിടെ മുത്തശ്ശി, ഞാനിന്ന് ദേഹത്ത് തൊട്ടു നോക്കിയതിന് എന്നോട് ബഹളം വെച്ചു. വരുണിന് സുഖമില്ലാതായ എന്റെ മനസ്സ് വേദനിക്കില്ലേ? അതുപോലും മനസ്സിലാക്കിയില്ല. പരാതി ഒന്നും പറയണ്ട മോളെ, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. നിങ്ങൾ കഴിക്കാം. ഞാനും വരാം പത്മിനി. എന്താണാവോ പറ്റിയത്? കുറച്ചേരം മുൻപ് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, എല്ലാരോടും ചിരിച്ചു കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതാ പറഞ്ഞേ. അസുഖം വരാൻ അധിക നേരം വല്ലതും വേണോ? അച്ഛൻ ഞാൻ കറി വയ്ക്കാം. വേണ്ട, ഇനിയിപ്പോ അവര് വരട്ടെ. എന്താടാ, എന്തു പറ്റി മോനെ? അയ്യോ, നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ. എന്റെ അമ്മ ദേഹത്ത് ചെറിയൊരു ചൂടേ ഉള്ളൂ. അതെന്റെ കഷ്ടകാലത്തിന് ഇയാളോടൊന്ന് പറഞ്ഞുപോയി. ഇത് ഇത്ര വലിയ കാര്യമാക്കുന്നു ഞാൻ അറിഞ്ഞു. ഞാൻ പ്രശ്നമാക്കാതെ പിന്നെ ആരാ ഇതൊക്കെ നോക്കണ്ടേ? എടാ, തർക്കവും ബഹളവും ഒന്നും വേണ്ട. നീ ആ ബിജുവിനെയും കൂട്ടിയിട്ട് ഡോക്ടറെ അടുത്തൊന്ന് പോവാൻ നോക്ക്. എന്റെ പൊന്നു മുത്തശ്ശി, ഈ ചെറിയ പനിയും വെച്ച് ഡോക്ടറെ അടുത്ത് ചെന്നാലേ ഡോക്ടർ വരെ കളിയാക്കത്തില്ലേ മുത്തശ്ശി? പിന്നെ ഡോക്ടർമാരെ അസുഖമായിട്ട് ചെല്ലുന്നവരെയൊക്കെ കളിയാക്കില്ലേ? ഞാൻ മരുന്നെടുക്കാം. ചുക്ക് കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ഹോസ്പിറ്റലിൽ പോണോ മോനെ? വേണ്ട, ഇപ്പോഴത്തെ പനിയെ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നുമില്ല എന്റെ അമ്മേ.
കൂടുതലാവും. അതെ. എന്തെങ്കിലും വന്ന് കഴിക്കടാ. വരുൺ, ഇത് പനിയുടെ മരുന്നാ, കഴിക്ക. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഡോക്ടർ അടുത്തും പോവില്ല, ഇവിടെയുള്ള മരുന്നും കഴിക്കില്ല. അതെ, എനിക്ക് കഴിക്കാൻ സൗകര്യമില്ല. നീ പോയേ. എന്താടാ ഇത്? കൊച്ചു കുട്ടികളെ പോലെ ഒരു വാശി. അച്ഛൻ എനിക്ക് ഒന്നുമില്ല. എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഇതിപ്പോ എല്ലാരും കൂടി ഇത്ര വലിയ പ്രശ്നമാക്കണോ? ഈ കുടുംബത്തിൽ ഇത് വലിയ പ്രശ്നമാ. നിനക്കിപ്പോ മരുന്ന് നിഷേധിക്കാൻ എന്താ കാരണം? അതൊന്ന് കേൾക്കട്ടെ. ഞാൻ എടുത്തു കൊടുത്തോണ്ട് തന്നെ. ആണോടാ? അച്ഛൻ മരുന്ന് ഇവിടെ ഉണ്ടല്ലോ, വേണമെന്ന് തോന്നി ഞാൻ എടുത്ത് കഴിക്കില്ലേ? ഉഫ്. എല്ലാരും കൂടി ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ. അച്ഛാ ഒന്ന് കിടന്നുറങ്ങി കഴിഞ്ഞാൽ തീരുന്ന കാര്യമുള്ളൂ. ഞാൻ കിടന്നോളാം. എന്നാ പിന്നെ അവൻ കിടന്നുറങ്ങട്ടെ. മോളെ, ഇന്ന് നീ മുത്തശ്ശിയുടെ മുറി കിടക്ക്. അയ്യോ വേണ്ടമ്മേ. അത് മതി. വല്ല പകർച്ചപ്പനിയോ മറ്റോ ആണെങ്കിൽ അത് മോളും കൂടി മേടിച്ചെടുക്കണ്ട. അതുകൊണ്ടാ. കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ പേടിപ്പിച്ചെങ്കിലും അനുസരിപ്പിക്കാമായിരുന്നു. ഇതിപ്പോ അതിനും നിർവാഹമില്ലല്ലോ. ഞാൻ വന്നോളാം. മോള് ചെല്ല്. ചെല്ല്. എന്താടാ ഇത്ര ദേഷ്യമൊക്കെ? അസുഖം നിന്റെ ശരീരത്തിനല്ല, മനസ്സിന്. അതെനിക്ക് മനസ്സിലായി. നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നും നടക്കില്ല മുത്തശ്ശി. എന്തു പറ്റി മോനെ? ഞാനേ ഇന്ന് അഡ്വക്കേറ്റിനെ കണ്ടിരുന്നു, റെയിൻകി ഡിവോഴ്സിന്റെ കാര്യത്തിന്. കൃത്യമായ കാരണമില്ലാതെ ഡിവോഴ്സ് അനുവദിച്ച് കിട്ടില്ലെന്ന് അവർ പറയുന്നത്. ഇനി അവളായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവാതെ എനിക്കൊരു ജീവിതമില്ല. വിഷമിക്കല്ലേടാ, ഈ കോടതിയൊന്നും അല്ലല്ലോ. ദൈവത്തിന്റെ കോടതിയിലല്ലേ എല്ലാത്തിനും പരിഹാരം നിർദ്ദേശിക്കാൻ. എനിക്ക് മടുത്തു മുത്തശ്ശി, എനിക്ക് മടുത്തു. എല്ലാം കൂടി ആലോചിക്കുമ്പം തലയ്ക്ക് വല്ലാത്തൊരു കനം. ഈ ചൂടും ജലദോഷമൊക്കെ അങ്ങനെ വന്നത്. ഭഗവാനെ, എന്തൊക്കെയാ കേൾക്കുന്നത്? ഡിവോഴ്സോ? അത് നടക്കില്ലെന്ന് പറഞ്ഞു നന്നായി. ഞാനിപ്പോ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? പ്രീതിക്ക് വേണ്ടിയോ അതോ വരുണിന് വേണ്ടിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.